ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു നെജാറഫ് ജംഗ്ഷൻ. സോ നമുക്ക് എപ്പോഴും എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സുകളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് ഇയർ വൈസ് ആയാലും നമുക്ക് എപ്പോഴും മാറിപ്പോകുന്ന കോൺസെപ്റ്റുകളാണ്. സോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ വാട്ട് ഈസ് ഇൻ്റർനാഷണൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ? സിമ്പിളായി പറഞ്ഞാൽ ലോകത്തുള്ള രാജ്യങ്ങൾ എക്കണോമിക് മാറ്റേഴ്സിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആണ് ഇൻ്റർനാഷണൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ എക്കണോമിക് മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ട്രേഡ്, ഫൈനാൻസ്, ലോൺസ്, ഡെവലപ്മെൻറ്റ്, പോവേർട്ടി റിഡക്ഷൻ, കറൻസി സ്റ്റെബിലിറ്റി എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. ഒരു രാജ്യത്തിന് ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നാൽ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് ഷോർട്ടേജ് ഉണ്ടായാൽ ആ രാജ്യത്തെ സഹായിക്കാൻ IMF ലോണ് നൽകും. ഡെവലപ്പിംഗ് കൺട്രീസ് റോഡ്സ്, സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് വേൾഡ് ബാങ്കാണ്. കൺട്രീസ് തമ്മിൽ ട്രേഡ് ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ അത് സോൾവ് ചെയ്യുകയും ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നത് WTO ആണ്. അതുകൊണ്ട് തന്നെ ഈ ഓർഗനൈസേഷൻ എല്ലാം ചേർന്ന് ഗ്ലോബൽ എക്കണോമി സ്റ്റേബിൾ ആക്കാനും കൺട്രീസിനെ ഡെവലപ്പ് ചെയ്യാനും സഹായിക്കുന്നു. കീ ഫങ്ഷൻസ്: പ്രൊമോട്ട് ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, മെയിൻറ്റെയിൻ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ആൻഡ് മോണിറ്ററി സ്റ്റെബിലിറ്റി, പിന്നെ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസും ഡെവലപ്മെൻറ്റ് ലോൺസും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തിനും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനും സപ്പോർട്ട് ചെയ്യാനും, പോവേർട്ടി റിഡ്യൂസ് ചെയ്യാനും, ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഇമ്പ്രൂവ് ചെയ്യാനും, എന്തെങ്കിലും ട്രേഡ് ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനും, മെമ്പർ കൺട്രീസ് തമ്മിൽ കോപ്പറേഷൻസ് എൻകറേജ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇൻ്റർനാഷണൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ പെടുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, വേൾഡ് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, എക്സെട്ര. ഇനി നമുക്ക് UGC നെറ്റ് കൊമേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഇൻ്റർനാഷണൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കാം. അതാണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ IMF. ദെൻ വാട്ട് ഈസ് IMF? ഇത് 1944 ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിങ്ടൺ DC USA സിമ്പിളായി പറഞ്ഞാൽ ഒരു രാജ്യത്തിന് ഫൈനാൻഷ്യൽ പ്രോബ്ലം വന്നാൽ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ് IMF എന്തിനു വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? 1940 സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ പല കൺട്രീസിൻ്റെയും എക്കണോമി വളരെ വീക്കായി. കറൻസി വാല്യൂ കുറഞ്ഞു, ട്രേഡ് കുറഞ്ഞു, കൺട്രീസിന് ഫോറിൻ എക്സ്ചേഞ്ച് ഷോർട്ടേജ് ഉണ്ടായി. അപ്പോൾ വേൾഡ് എക്കണോമി സ്റ്റേബിൾ ആക്കാൻ വേണ്ടി കൺട്രീസ് ഒരുമിച്ച് IMF ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ട് IMFൻ്റെ മെയിൻ ഒബ്ജക്റ്റീവാണ് ഗ്ലോബൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. നിലവിലെ IMFൻ്റെ മെമ്പർ കൺട്രീസ് എന്ന് പറയുന്നത് 191 മെമ്പർ കൺട്രീസാണ്. ദെൻ ലെറ്റ്സ് സീ ദ കീ ഫങ്ഷൻസ് ഓഫ് IMF. ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൊമോട്ട് ഇൻ്റർനാഷണൽ മോണിറ്ററി കോപ്പറേഷൻ. മോണിറ്ററി കോപ്പറേഷൻ എന്ന് പറയുമ്പോൾ കൺട്രീസ് തമ്മിൽ കറൻസി, ബാങ്കിങ്, ഫൈനാൻഷ്യൽ പോളിസീസ് എന്നിവയിൽ കോപ്പറേഷൻ ഉണ്ടാവുക എന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ, ജപ്പാൻ, USA പോലെ കൺട്രീസ് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുമ്പം IMF ഒരു കോമൺ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് കൺട്രീസ് ബെറ്റർ എക്കണോമിക് ഡിസിഷൻ എടുക്കാൻ കഴിയുന്നു. ദെൻ സെക്കൻഡ് ഫങ്ഷൻ ഈസ് മെയിൻറ്റെയിൻ ഗ്ലോബൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. IMFൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണിത്. വേൾഡ് എക്കണോമി സ്റ്റേബിളായി നിൽക്കാൻ IMF കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുന്നു. എക്സാമ്പിൾ, ഒരു കൺട്രിയിൽ ഇൻഫ്ലേഷൻ വളരെ കൂടിയാൽ, കറൻസി വാല്യൂ പെട്ടെന്ന് കുറഞ്ഞാൽ, അല്ലെങ്കിൽ എക്കണോമിക് ക്രൈസിസ് വന്നാൽ IMF ആ സിറ്റുവേഷൻ അനലൈസ് ചെയ്ത് സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഫങ്ഷൻ ഈസ് പ്രൊവൈഡ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ്, അതല്ലെങ്കിൽ ലോൺ. ഒരു കൺട്രിക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ഷോർട്ടേജ് വന്നാൽ, ഇമ്പോർട്ട് ചെയ്യാൻ ക്യാഷ് ഇല്ലെങ്കിൽ IMF ലോൺ പ്രൊവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു ഫാമിലിക്ക് മന്ത്ലി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത സമയത്താണ് അവരെന്ത് ചെയ്യുന്നത്, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു കൺട്രി ഫൈനാൻഷ്യൽ ക്രൈസിസ് ഫേസ് ചെയ്യുമ്പോൾ IMF എന്ത് ചെയ്യും, ലോണ് കൊടുക്കും. ഇത് കൺട്രിയുടെ എക്കണോമി റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് വൺ ഈസ് മോണിറ്റർ എക്സ്ചേഞ്ച് റേറ്റ് പോളിസീസ്. കൺട്രീസിൻ്റെ കറൻസി എക്സ്ചേഞ്ച് റേറ്റ് IMF ഒബ്സർവ് ചെയ്യും. കാരണം എന്താ, കറൻസിയിൽ വലിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായാൽ ഇൻ്റർനാഷണൽ ട്രേഡിനെ അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് IMF കൺട്രീസിനെ ബെറ്റർ എക്സ്ചേഞ്ച് റേറ്റ് പോളിസീസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫിഫ്ത്ത് ഫങ്ഷൻ ഈസ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ആൻഡ് പോളിസി അഡ്വൈസ്. ലോൺ മാത്രമല്ല, IMF കൺട്രീസിന് എക്കണോമിക് എക്സ്പെർട്സിനെ പ്രൊവൈഡ് ചെയ്യും. ഗവൺമെൻറ്റിന് ടാക്സ് റിഫോംസ്, ബാങ്കിങ് റിഫോംസ്, മോണിറ്ററി പോളിസീസ്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നിവയിൽ ഗൈഡൻസ് നൽകും.
ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡൻസ് വീക്കാണ്, ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന പോലെ ഐ എം എഫ് എന്ത് ചെയ്യും, ഗവൺമെൻറ്റിൻ്റെ എക്കണോമിക് പോളിസീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സിക്സ്ത് ഫംഗ്ഷൻ ഹെൽപ്സ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രോബ്ലംസ്. UGC നെറ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടേമാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ BOP. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്നാൽ ഒരു കൺട്രിയുടെ ഫോറിൻ ട്രാൻസാക്ഷൻ്റെ റെക്കോർഡാണ്. ഇമ്പോർട്ട് എക്സ്പോർട്ടിനേക്കാൾ കൂടിയാൽ ഫോറിൻ എക്സ്ചേഞ്ച് ഷോർട്ടേജ് വരും. അപ്പോൾ IMF എന്ത് ചെയ്യും, എമർജൻസി ഫൈനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ട് വളരെ അധികം ചെയ്താൽ ഡോളർ ഷോർട്ടേജ് വരാം. ആ സിറ്റുവേഷനിൽ IMF ലോൺ പ്രൊവൈഡ് ചെയ്ത് കൺട്രീനെ സപ്പോർട്ട് ചെയ്യും. So that's all about the functions of IMF. Then let's see the quick recap of IMF. IMF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് 1944 ഹെഡ്ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC USA. മെമ്പേഴ്സ് ഓൾമോസ്റ്റ് ഓൾ കൺട്രീസ് ഓഫ് ദ വേൾഡ്. കറൻ്റ്ലി 191 മെമ്പർ കൺട്രീസ്. മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലോബൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് മോണിറ്ററി കോർപ്പറേഷൻ. ഈസി മെമ്മറി ട്രിക്കായിട്ട് IMF എന്ന് കാണുമ്പം ഐ മാനേജ് ഫിനാൻസ് എന്ന് ആലോചിക്കുക. ഹൈ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ആയിരിക്കും, M എന്ന് പറയുന്നത് മോണിറ്ററി ആയിരിക്കും, F എന്ന് പറയുന്നത് ഫണ്ട് ആയിരിക്കും. സോ ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നാൽ ഫസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? IMF ആണ്. അതുകൊണ്ട് IMF എന്ന് പറയുന്നത് വേൾഡ് എക്കണോമി സ്റ്റേബിൾ ആക്കാനും കൺട്രീസിനെ ഫൈനാൻഷ്യൽ ക്രൈസിസിൽ നിന്ന് റിക്കവർ ചെയ്യാനും സഹായിക്കുന്നതിനും മോണിറ്ററി കോർപ്പറേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതുമായ ഒരു ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. Then let's see the next financial institution, World Bank. Okay, സിമ്പിളായി പറഞ്ഞാൽ വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിനെ ലോൺസും ടെക്നിക്കൽ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്ത് എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിൻ്റെ മെയിൻ ഗോൾ പോവർട്ടി റെഡ്യൂസ് ചെയ്യുകയും പീപ്പിൾസിൻ്റെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. വേൾഡ് ബാങ്കിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പം 1944 ബ്രിട്ടൻ വുഡ് കോൺഫറൻസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. സോ വേൾഡ് ബാങ്ക് ആൻഡ് IMFന് ട്വിൻസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അവർ രണ്ടാളും 1944 ബ്രിട്ടൻ വുഡ് കോൺഫറൻസിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ പല കൺട്രീസിൻ്റെയും റോഡ്സ്, ബ്രിഡ്ജസ്, ഇൻഡസ്ട്രീസ്, ഹോസ്പിറ്റൽസ് എല്ലാം നശിച്ചുപോയി. ആ കൺട്രീസിനെ റീബിൽഡ് ചെയ്യാനും എക്കണോമി ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയാണ് വേൾഡ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതുകൊണ്ട് വേൾഡ് ബാങ്കിനെ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നും വിളിക്കാറുണ്ട്. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC USAയിലാണ്. കറൻ്റ് 189 കൺട്രീസാണ് ഉള്ളത്. Then let's see the key functions of World Bank. The first function is provide financial assistance. World Bankൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് ഡെവലപ്പിംഗ് കൺട്രീസിന് ലോൺ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇമാജിൻ ഒരു ഡെവലപ്പിംഗ് കൺട്രീസിന് വലിയ ബ്രിഡ്ജ് ബിൽഡ് ചെയ്യണം, പക്ഷേ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ മതിയായ ഫണ്ട് ഇല്ലെങ്കിൽ അപ്പോൾ വേൾഡ് ബാങ്ക് ആ കൺട്രിക്ക് എന്ത് ചെയ്യും, ലോൺ പ്രൊവൈഡ് ചെയ്യും. ആ ലോൺ യൂസ് ചെയ്ത് ബ്രിഡ്ജ് കംപ്ലീറ്റ് ചെയ്യാം. അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഇമ്പ്രൂവ് ആവുകയും ബിസിനസ് ഇമ്പ്രൂവ് ആവുകയും എക്കണോമി ഗ്രോ ചെയ്യുകയും ചെയ്യും. ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ ഇസ് സപ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ റോഡ്സ്, ബ്രിഡ്ജസ്, റെയിൽവേസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ, ഇറിഗേഷൻ പ്രൊജക്റ്റിനെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ. ഫോർ എക്സാമ്പിൾ, ഒരു വില്ലേജ് പ്രോപ്പർ റോഡ്സ് ഇല്ല, സ്കൂളിൽ പോകാനോ ഹോസ്പിറ്റലിൽ പോകാനും കഷ്ടമാണ്. വേൾഡ് ബാങ്ക് ഫണ്ട് നൽകി റോഡ് റീകൺസ്ട്രക്റ്റ് ചെയ്ത പീപ്പിളിൻ്റെ ഡെയിലി ലൈഫ് ഇമ്പ്രൂവ് ആവും. അതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് ഫംഗ്ഷൻ ഇസ് പ്രൊമോട്ട് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. വേൾഡ് ബാങ്ക് എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറിനും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഗവൺമെൻറ് പുതിയ സ്കൂൾ ബിൽഡ് ചെയ്യുന്നു, ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നു, ഹോസ്പിറ്റൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നു, വാക്സിനേഷൻ പ്രോഗ്രാം സപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ വേൾഡ് ബാങ്ക് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് വഴി പോസിബിൾ ആകും. ദെൻ ഫോർത്ത് ഫംഗ്ഷൻ ഇസ് റെഡ്യൂസസ് പോവർട്ടി ആൻഡ് ഇംപ്രൂവ്സ് ലിവിങ് സ്റ്റാൻഡേർഡ്സ്. ഇതാണ് വേൾഡ് ബാങ്കിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ഒരു റൂറൽ ഏരിയയിൽ ഡ്രിങ്കിങ് വാട്ടർ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ പീപ്പിൾ ഹെൽത്തി ആവും, ചിൽഡ്രൻ സ്കൂളിൽ റെഗുലറായി പോകും, ഡിസീസസ് കുറയും. അതിൻ്റെ റിസൾട്ട് ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഇമ്പ്രൂവ് ചെയ്യും. ദെൻ ഫിഫ്ത്ത് ഫംഗ്ഷൻ ഇസ് പ്രൊവൈഡ്സ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ആൻഡ് പോളിസി അഡ്വൈസ്. ലോൺ മാത്രമല്ല, വേൾഡ് ബാങ്ക് എക്കണോമിക് എക്സ്പെർട്സിനെ കൺട്രീസിലേക്ക് അയക്കും. ഗവൺമെൻറ്റിന് ബെറ്റർ പോളിസീസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, അഗ്രികൾച്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം, എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് റിഫോംസ് വേണം, ഇതൊക്കെ എക്സ്പെർട്ട് അഡ്വൈസ് ചെയ്യും. ദെൻ സിക്സ്ത് ഫംഗ്ഷൻ ഇസ് എൻകറേജ് സസ്റ്റൈനബിൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസൻറ്റ് ജനറേഷൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഫ്യൂച്ചർ ജനറേഷനെ ഡാമേജ് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ, സോളാർ എനർജി പ്രോജക്റ്റ്, വിൻഡ് എനർജി, ഫോറസ്റ്റ് കൺസർവേഷൻ, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ പ്രൊജക്റ്റ്, റിന്യൂവബിൾ എനർജി പ്രോഗ്രാം, ഇതൊക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സാണ്. വേൾഡ് ബാങ്ക് ഇവയെ സപ്പോർട്ട് ചെയ്യുന്നു. സോ മെയിൻ ഒബ്ജക്റ്റീവ് സിമ്പിളായിട്ട് ഓർക്കാം.
വേൾഡ് ബാങ്കിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് റിഡ്യൂസ് പോവർട്ടി പ്ലസ് പ്രൊമോട്ട് സസ്റ്റൈനബിൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, അതായത് പീപ്പിളിൻ്റെ ഇൻകം ഇമ്പ്രൂവ് ചെയ്യുക, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യുക, എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി എല്ലാവർക്കും വരാവുന്ന ഒരു കൺഫ്യൂഷനാണ് IMFും വേൾഡ് ബാങ്കും തമ്മിലുള്ളത്. IMF മെയിൻലി ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും കൺട്രീസിൻ്റെ ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ ക്രൈസിസ് സോൾവ് ചെയ്യാനും ലോൺസ് കൊടുക്കുന്നു. എന്നാൽ വേൾഡ് ബാങ്ക് മെയിൻലി ലോങ് ടേം ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ IMF ഫൈനാൻഷ്യൽ ക്രൈസിസിനും വേൾഡ് ബാങ്ക് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. Then let's see the quick revision of World Bank. Established in 1944, headquarters Washington DC, USA. Members 189 countries. Main objective reduce poverty and promote sustainable economic development. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് നോക്കാം. UNCTAD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ്. UGC നെറ്റ് കൊമേഴ്സിലെ എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഇൻ്റർനാഷണൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനാണിത്. UNCTAD is a permanent intergovernmental body of the United Nations established to promote international trade and economic development, especially in developing countries. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇൻ്റർനാഷണൽ ട്രേഡ് ഇമ്പ്രൂവ് ചെയ്യാനും എക്കണോമിക് ഡെവലപ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് യുണൈറ്റഡ് നേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷനാണ് UNCTAD. UNCTAD 1964 എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവ, സ്വിറ്റ്സർലാൻഡിലാണ്. ഡെവലപ്പിംഗ് കൺട്രീസ് ഇൻ്റർനാഷണൽ ട്രേഡിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും അവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് നൽകാനും വേണ്ടിയാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നൗ ലെറ്റ്സ് സീ ദ കീ ഫങ്ഷൻസ് ഓഫ് UNCTAD. The first one is promote international trade. UNCTADൻ്റെ മെയിൻ ഫങ്ഷൻ ഇൻ്റർനാഷണൽ ട്രേഡ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ ടീ എക്സ്പോർട്ട് ചെയ്യുന്നു, ബ്രസീൽ കോഫി എക്സ്പോർട്ട് ചെയ്യുന്നു, കെനിയ ഫ്ലവേഴ്സ് എക്സ്പോർട്ട് ചെയ്യുന്നു. ഇതുപോലെ ഡെവലപ്പിംഗ് കൺട്രീസ് പ്രൊഡക്ട്സ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ റീച്ച് ചെയ്യാൻ UNCTAD സപ്പോർട്ട് ചെയ്യും. Then the second function is support developing countries. UNCTADൻ്റെ മെയിൻ ഫോക്കസ് ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. എക്സാമ്പിൾ, ഒരു ഡെവലപ്പിംഗ് കൺട്രി ഫോറിൻ മാർക്കറ്റിൽ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ അറിയില്ല എന്ന് വിചാരിക്കുക. UNCTAD മാർക്കറ്റ് ഇൻഫോർമേഷൻ, ട്രേഡ് പോളിസീസ്, ടെക്നിക്കൽ ഗൈഡൻസ് ഒക്കെ എന്ത് ചെയ്യും, അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അതുവഴി എക്സ്പോർട്ട്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. ദെൻ ഫോർത്ത് ഫങ്ഷൻ ഇസ് പ്രൊമോട്ട് ഫെയർ ട്രേഡ്. എല്ലാ കൺട്രീസിനും ഈക്വൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുക എന്നുള്ളത് UNCTAD സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, സ്മോൾ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ പ്രൊഡക്ട്സ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാൻ പോളിസീസ് റെക്കമെൻഡ് ചെയ്യും UNCTAD. ദെൻ ഫങ്ഷൻ 4 റിസർച്ച് ആൻഡ് പോളിസി അഡ്വൈസ്. UNCTAD ഗ്ലോബൽ ട്രേഡ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ടെക്നോളജി ഡെവലപ്മെൻറ്റ് എന്നിവയെക്കുറിച്ച് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നു. ഗവൺമെൻറ്റിന് പോളിസി റെക്കമെൻഡേഷനും കൊടുക്കും. ഒരു കൺട്രി എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് UNCTAD റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യും. ദെൻ ഫിഫ്ത്ത് ഫങ്ഷൻ എന്ന് പറയുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻസ് ആണ്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിന് ട്രെയിനിങ്, ഡിജിറ്റൽ ട്രേഡ് സപ്പോർട്ട്, കസ്റ്റം മോഡേണൈസേഷൻ, ട്രേഡ് ഫെസിലിറ്റേഷൻ എന്നിവയിൽ ടെക്നിക്കൽ അസിസ്റ്റൻസ് നൽകുന്നു. ഫോർ എക്സാമ്പിൾ, ഗവൺമെൻറ് ഓഫീഷ്യൽസിന് ഇൻ്റർനാഷണൽ ട്രേഡ് റൂൾസിൽ ട്രെയിനിങ് നൽകും. ദെൻ സിക്സ്ത് ഫങ്ഷൻ എൻകറേജ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ട്രേഡ് എക്കണോമിക് ഗ്രോത്ത് മാത്രമല്ല, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്ത് ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാനും ഒരു UNCTAD എംഫസൈസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഗ്രീൻ ടെക്നോളജി, സസ്റ്റൈനബിൾ എക്സ്പോർട്സ്, ഡിജിറ്റൽ എക്കണോമി പ്രൊജക്ട്സ് സപ്പോർട്ട് ചെയ്യുന്നു. നൗ ലെറ്റ്സ് സീ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ WTO ആൻഡ് UNCTAD. സ്റ്റുഡൻസിന് ഈ രണ്ടും കൺഫ്യൂഷൻ ഉണ്ടാകാം. WTO ഇൻ്റർനാഷണൽ ട്രേഡ് റൂൾസ് ക്രിയേറ്റ് ചെയ്യുകയും ട്രേഡ് ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുകയും ചെയ്യും. UNCTAD ഡെവലപ്പിംഗ് കൺട്രീസിന് ട്രേഡിൽ സ്ട്രെങ്തൻ ചെയ്യാൻ റിസർച്ച്, പോളിസി അഡ്വൈസ്, ടെക്നിക്കൽ അസിസ്റ്റൻസ് എന്നിവ കൊടുക്കും. സോ WTO എന്ന് പറയുന്നത് ട്രേഡ് റൂൾസ് ആണ്. UNCTAD പറഞ്ഞാൽ ട്രേഡ് ഡെവലപ്മെൻറ്റ് ആണ്. ഓക്കെ, സോ ക്വിക്ക് റിവിഷൻ ഓഫ് UNCTAD എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1964, ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ജനീവ, സ്വിറ്റ്സർലാൻഡ്. ഫങ്ഷൻ പ്രൊമോട്ട് ഇൻ്റർനാഷണൽ ട്രേഡ്, സപ്പോർട്ട് ഡെവലപ്പിംഗ് കൺട്രീസ്, എൻകറേജ് fair trade, conducts research and policy analysis, provide technical assistance, promote sustainable development. ഓക്കെ ഫ്രണ്ട്സ്, ഇതോടെ ഇന്നത്തെ വീഡിയോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സും എക്സാം ഓറിയൻറ്റഡ് പോയിൻറ്റ്സും ഡിസ്കസ് ചെയ്തു. UGC നെറ്റ് ഓർ JRF പ്രിപ്പറേഷനിൽ ഇതുപോലെ സ്മോൾ ഫാക്ട്സാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നത്. എസ്പെഷ്യലി PYQ റിപ്പീറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റ്സ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെറ്റ് JRF ജംഗ്ഷൻ നിങ്ങളുടെ നെറ്റ് ഓർ JRF പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക.
ലേൺ പ്രാക്ടീസ് ആൻഡ് സക്സീഡ്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ UGC നെറ്റ് ഓർ JRF പ്രിപ്പറേഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.